വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ്. ഞാൻ ഷൈനി. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്താണ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്നുള്ളതാണ്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോയിലോട്ട് പോകാം. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറ്റി പുതിയ ലോ കൊണ്ടുവരുന്നതിന് മുന്നേയുള്ള പ്രോസസ്സാണ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ. അപ്പം ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ അതായത് ലോ ആകുന്നതിന് മുമ്പ് പ്രോസസ്സുണ്ട്. അതിൽ യു കെയിലെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പബ്ലിക് ഒപ്പീനിയൻ എടുക്കുക, എന്തൊക്കെയാണ് മാറ്റങ്ങൾ. അപ്പം ഇപ്പോൾ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇമിഗ്രേഷനിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് അവരൊരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തു. അത് ഇമിഗ്രേഷൻ ഗ്രീൻ പേപ്പർ, അതായത് ഇമിഗ്രേഷൻ ഗ്രീൻ പേപ്പർ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ എടുത്തൊരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി ആദ്യം. അത് കഴിഞ്ഞിട്ട് അത് അതോറിറ്റീസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് അതൊരു ഡ്രാഫ്റ്റാക്കി ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആക്കി മാറ്റിയതാണ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്തു അവരുടെ പ്ലാൻ എന്നാന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഈ ഡ്രാഫ്റ്റ് ചെയ്ത ഈ ഒപ്പീനിയൻസും സജഷൻസും ഈ ഡ്രാഫ്റ്റ് ചെയ്ത ആ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇനി പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ എടുക്കണം. അതുപോലെ പാർലമെൻറ്റിൽ മൾട്ടിപ്പിൾ ടൈമിൽ പ്രസൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ എന്താണ് എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളുടെ ഡിസിഷൻ എന്നറിയണം. അത് കഴിഞ്ഞ് പബ്ലിക് ഒപ്പീനിയൻ എന്തൊക്കെ കറക്റ്റാണോ എന്നുള്ളത്, ഈ റൂൾസ് തന്നെ എല്ലാ റെഗുലേഷൻസും കറക്റ്റുള്ള രീതിയിലാണോ എന്നുള്ളത് കറക്റ്റായിട്ട് ഒപ്പീനിയൻ എടുക്കണം. എന്നിട്ട് വേണം ഇത് ലോ ആക്കാൻ എടുക്കണം. ലോർഡ്സിൻ്റെ പാർലമെൻറ്റിലും അപ്രൂവൽ എടുക്കണം. എന്നിട്ടാണ് ഇത് ബില്ലാക്കി പാസ്സാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഡ്രാഫ്റ്റ് ചെയ്ത നിയമങ്ങളൊക്കെ ഇതേപടി മുന്നിൽ ലോ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന് പബ്ലിക് ഒപ്പീനിയനോ അല്ല പാർലമെൻറ്റിലെ ഒപ്പീനിയനൊക്കെ അനുസരിച്ച് ഈ ലോ മാറാനും ഈ ഡ്രാഫ്റ്റ് മാറി റിയാലിറ്റിയിലോട്ട് വരുമ്പോഴത്തേനും ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പം ഇതിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്ന ഗ്രീൻ പേപ്പർ, ഇപ്പോൾ വൈറ്റ് പേപ്പർ, ഇനി ബില്ലാക്കണം. അപ്പോൾ അതിന് സമയമെടുക്കും. ഇതിപ്പോൾ ഇന്ന് ഈ ഡ്രാഫ്റ്റ് വന്നു, ഇതൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാനിങ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി കറക്റ്റ് ലോ ആയി ബില്ലായിട്ട് പാസ്സായെങ്കിൽ മാത്രമേ ഇത് എന്താണ് കറക്റ്റ് നിയമങ്ങൾ മാറ്റത്തിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇറ്റ് മേ ടേക്ക് ടൈം. അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് കറക്റ്റ് ഇമിഗ്രേഷൻ ലോയിൽ ചേഞ്ചസ് വന്നിരിക്കുന്നത്. അത് ചിലപ്പോൾ നമ്മൾക്ക് 1-2 വർഷം കാത്തിരിക്കേണ്ടി വരും. ഇറ്റ് ഡിപ്പെൻസ് എത്ര നാൾ ഇതെല്ലാം പാസ്സായി വരാനായിട്ട് സമയം എടുക്കുന്നുള്ളത്. ഇറ്റ് മേ ബി ഏർലിയർ ആസ് വെൽ, നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.